പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും കാർട്ടൂൺ കളരിയുടെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വരയ്ക്കുവാൻ പോകുന്നത് കോമിക് ഹെഡാണ്. ഒരു കോമിക് ഹെഡ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് പഠിക്കാം. ആദ്യം ഞാനൊരു സ്ക്വയർ വരയ്ക്കുകയാണ്. ആ സ്ക്വയറിനെ ഞാൻ രണ്ടായി ഭാഗിക്കുകയാണ്. അതിന് നടുക്കൂടെ ഒരു ലൈനും കൂടി ഇടുകയാണ്. ഈ ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലൈനാണ് ഐ ലൈൻ. ഈ ഐ ലൈനിലാണ് കണ്ണും ചെവിയൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ വരച്ചു, അതിനെ 4ആയി ഭാഗിച്ചു അല്ലേ. നടുവിലൂടെ വരച്ചു, സെൻറ്ററിലൂടെ വരച്ചു. ഇനി നമ്മൾ തലയുടെ സ്കെച്ച് വരച്ചു തുടങ്ങുകയാണ്. ശ്രദ്ധിച്ചിതുപോലെ നിങ്ങൾക്കും വരയ്ക്കാവുന്നതാണ്. മൂക്കൊരൽപ്പം പുറത്തേക്ക് പോയി. ഇനി താടിയുടെ ഭാഗമാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. വരച്ചു, ഈ താടിയുടെ ഭാഗമാണ് വരയ്ക്കുന്നത്. അവിടെ ഒരല്പം പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ സ്ക്വയറിൻ്റെ. ഏതാണ്ട് ആ സ്ക്വയറിനുള്ളിൽ നിൽക്കുന്ന രീതിയിലാണ് ഫിഗർ വരുന്നത്. സൈഡ് വ്യൂ ആണ് വരയ്ക്കുന്നത്. ഐ ലൈന് നേരെ കണ്ണ് വരച്ചു. മുടികൾ വരച്ച് നോക്കുകയാണ്. ചെവി കണ്ടോ? ഐ ലൈന് നേരെയാണ് ചെവി വരയ്ക്കുന്നത്. ഇനി മുടികൾ വരയ്ക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ സ്കെച്ച് പൂർത്തീകരിക്കുന്നു. പെൻസിൽ ഉപയോഗിച്ച് വേണം കേട്ടോ വരയ്ക്കാൻ. പെൻസിൽ ഉപയോഗിച്ച് വരച്ച ശേഷമേ നമ്മൾ പേന എടുത്ത് തെളിക്കാവുള്ളൂ. ഈ പേന ഉപയോഗിക്കുമ്പോൾ ഈ കാർട്ടൂൺ ഫിഗറുകൾ വരയ്ക്കുമ്പം തിക്കാൻ തിന്നാണ് കിട്ടേണ്ടതെങ്കിൽ അല്പം സ്പീഡിൽ ഈ പേന ഇതുപോലെ ഓടിക്കണം. അപ്പോൾ നമുക്ക് ബ്രഷ് സ്ട്രോക്ക് പോലെ തന്നെ നമുക്ക് ലൈൻസ്, നല്ല രസമുള്ള ലൈൻസ് കിട്ടും. നിങ്ങൾ ആദ്യം പഠിക്കുന്നവർ വളരെ സാവധാനം വരച്ചാൽ മതി. പിന്നീട് പ്രാക്ടീസ് അനുസരിച്ച് സ്വാഭാവികമായിട്ടും സ്പീഡ് കൂടി വന്നോളൂ. ഇപ്പം പ്രായമായ ഒരു ചേട്ടനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഐ ലൈന് നേരെ ചെവി വരയ്ക്കുക. അത് ശ്രദ്ധിക്കണം. അതുപോലെ മുടി കുറവായിട്ടുള്ള ഒരു ചേട്ടനാണ് ഇപ്പോൾ വരച്ചിരുന്നത്. അപ്പോൾ വരയ്ക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. ആ മുടികളിലൊക്കെ വരയ്ക്കുന്ന സമയത്ത് ആ സ്ട്രോക്കുകൾ പോകുന്ന രീതി ശ്രദ്ധിച്ചല്ലോ അല്ലേ. ആ സ്ട്രോക്കുകൾ കുറേയും കൂടെ നല്ല ഫ്ലോയാണ്. നല്ല സ്പീഡിൽ ഓടിക്കുന്നതുകൊണ്ടാണത് ആ സ്ട്രോക്കിന് നല്ല ഫ്ലോ തോന്നുന്നത്. ഇനി അവസാനമായിട്ട് ഇതിൻ്റെ കുറച്ച് ഷെയ്ഡിങ്ങുകൾ കൂടി വരുത്തണം. ആ ഷെയ്ഡിങ്ങുകൾ കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ആ ഫിഗർ ഫിനിഷ് ആവും. അത് കഴിഞ്ഞ് ആ പെൻസിൽ പാടെല്ലാം നമ്മളങ്ങ് മായ്ച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ഏതാണ്ട് നമ്മളുടെ ചേട്ടൻ്റെ രൂപം, ഒരു ചേട്ടൻ്റെ രൂപം ഏകദേശം ഇപ്പോൾ ഒരു ചേട്ടനെ നമ്മൾ വരച്ച് തീർന്നു. അപ്പോൾ സ്ക്വയർ വരച്ച് ഒരു സൈഡ് വ്യൂ വരയ്ക്കുന്നത് നമ്മൾ പഠിച്ചു. നമ്മളിനി അടുത്തതായി വരയ്ക്കാൻ പോകുന്നത് ഒരു ഓവൽ ആദ്യം വരയ്ക്കുകയാണ്. ഒരു ഓവൽ ഷേപ്പ്. നമ്മളൊരു ഓവൽ ഷേപ്പിലാണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. ഒരു ഓവൽ ഷേപ്പ് വരച്ചു. അതിനെ നടുവേ ഭാഗിച്ചു. സെൻട്രൽ കൂടെ ഒരു ലൈൻ വരച്ചു. അതാണ് ഐ ലൈൻ. ഈ ഐ ലൈനെ വേണം, ഈ ഐ ലൈനിലാണ് കണ്ണ് വരയ്ക്കേണ്ടത്. ഇപ്പം നമ്മൾ പുരികം വരച്ചു, കണ്ണ് കൊണ്ട് വരച്ചു, സൈഡിൽ കണ്ണ് വരച്ചു. ഇപ്പോൾ ഈ പ്രാവശ്യം മൂക്ക് കുറേയും കൂടെ പുറത്തേക്ക് വന്നു. ഈ ഓവലിന് വെളിയിലേക്കാണ് മൂക്ക് വരച്ചേക്കുന്നത്. താടിയുടെ കുറച്ച് ഭാഗം നമുക്ക് പുറത്ത് വേണം. അതുപോലെ തന്നെ ചെവി ഐ ലൈനോട് നേരെ തന്നെ ചെവി നമ്മൾ സെൻറ്ററിൽ വരച്ചു. ഇനി ബാക്കി മുടി ഒക്കെ വരച്ച് നമുക്ക് ചേർക്കണം. തലയുടെ കുറച്ച് ഭാഗം കൂടെ വരയ്ക്കാനുണ്ട്, അത് വരച്ച് ചേർത്തു. വളരെ സാവധാനം സ്കെച്ച് ചെയ്യുക. ഇതൊക്കെ ഒരു ഫിഗർ ഒരു തവണ വരച്ചാൽ നമ്മൾ വരച്ച് തീർന്നു എന്ന് കരുതരുത്. ഒരു ഫിഗർ വരച്ചിട്ട് അത് തുടർച്ചയായിട്ട് നമ്മൾ വരയ്ക്കണം. അപ്പോൾ തുടർച്ചയായിട്ട് വരയ്ക്കുമ്പോൾ അത് നമുക്ക് തറുവാവും. ഏത് വർക്കാണെങ്കിലും അത് കൂടുതൽ ഹൃദയസ്ഥമാക്കാൻ വേണ്ടിയിട്ട് തുടർച്ചയായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇതിപ്പോൾ എനിക്ക് ഇത്രയും സ്പീഡിൽ വരയ്ക്കാൻ പറ്റുന്നത് ഞാൻ അതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ടാണ്. ഞാനത് മുമ്പത്തെ ക്ലാസ്സിലും പറഞ്ഞു. ഇത് സ്പീഡിൽ വരയ്ക്കാൻ സാധിക്കുന്നത്
പ്രാക്ടീസ് ഒന്നുകൊണ്ട് മാത്രമാണ്. വരയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറേ നാൾ വരയ്ക്കാതിരുന്നാലും നല്ല വരകാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എല്ലാം കയ്യിൽ നിന്ന് പോകും. നിത്യ തൊഴിൽ അഭ്യാസം എന്ന് കേട്ടിട്ടില്ലേ എന്ന് പറയുന്ന പോലെ സ്ഥിരമായിട്ട് വരയ്ക്കുമ്പം നമ്മൾ ചെയ്യുന്ന ജോലി നമ്മുടെ കയ്യിലേക്ക് വഴങ്ങി വരും. അതെന്ത് ജോലിയാണെങ്കിലും ശരി. ഇതിപ്പം ചിത്രം വരയ്ക്കുന്നു, കാർട്ടൂൺ വരയ്ക്കുന്നു, അത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് വരും. ഇതുപോലെ സ്ഥിരമായിട്ട് വരയ്ക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഒരു സൈഡ് വ്യൂവിൽ 2 മുഖങ്ങൾ നിങ്ങളിപ്പോൾ ഞാനത് കാണിച്ചു തന്നു. 2 മുഖങ്ങൾ സൈഡ് വ്യൂവിൽ. ഇപ്പോൾ 2 ചേട്ടന്മാരെ നമ്മൾ വരച്ചു. അപ്പം അതിൻ്റെ അവസാന മിനുക്കുമണിയിലാണ് ഇപ്പം ഞാൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ആദ്യത്തെ കുറച്ച് ഭാഗം കണ്ടു, പിന്നെ അവസാനത്തെ ഭാഗം കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. വീഡിയോ തുടർച്ചയായി കണ്ടാലേ എന്തൊക്കെയാണ് അതിനുപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. 2ാമത്തെ ഫിഗർ കഴിഞ്ഞു. ഇനി ഒരു ഫിഗറും കൂടെ ഞാൻ വരയ്ക്കാൻ പോവാം. ഇനി വരയ്ക്കാൻ പോകുന്നത് ഒരു ഓട്ട് ഷേപ്പാണ്. ശ്രദ്ധിച്ചു. ഇങ്ങനെ ഒരു ഓട്ട് ഷേപ്പ് വരച്ചു. ഈ ഓട്ട് ഷേപ്പിൽ നമുക്ക് ഒരു ഫിഗർ, അത് നടുവേ ഭാഗിക്കണം. ഇത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നടുവേ ഭാഗിക്കൊന്നും വേണ്ട കേട്ടോ, അല്ലാതെ തന്നെ നമുക്ക് ധാരണ കിട്ടും. പക്ഷേ സ്കെച്ച് ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്ത് ശീലിക്കുന്നതാണ് നല്ലത്. അങ്ങനെ വരച്ചാൽ കണ്ണും മൂക്കും വരയ്ക്കുന്ന ഒന്നും തെറ്റുകയില്ല. കണ്ണും മൂക്കും വരയ്ക്കുന്നത് തെറ്റാതിരുന്നാൽ എല്ലാ ഭാവവും ശരിയാവും. ഇപ്പം അതിന് പ്രൊപ്പോർഷനായിട്ടാണല്ലോ ഇതെല്ലാം വരയ്ക്കുന്നത്. സെൻട്രൽ ലൈനിന് പ്രൊപ്പോർഷനായിട്ടാണ് അപ്പുറത്തും ഇപ്പുറത്തും ഭാഗിച്ച് വരയ്ക്കുന്നത്. അപ്പം തെറ്റ് വരുന്നത് കുറയും. അപ്പം അത് നമ്മൾ നന്നായിട്ട് വരയ്ക്കാൻ സ്പീഡിൽ വരയ്ക്കാൻ സാധിച്ചാലും ഈ ലൈനൊക്കെ ഇട്ട് വരയ്ക്കുന്നതാണ് കുറേ കൂടെ നല്ലത്. ഇപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു സ്കെച്ച് പൂർത്തീകരിച്ച് കഴിഞ്ഞു. വളരെ എളുപ്പമാണ്. ഇനി നമുക്കതൊന്ന് ഇങ്ക് ചെയ്ത് നോക്കാം. അപ്പം ടെൻഷൻ പിടിച്ച് വരച്ചാൽ വര നമ്മൾ ഉദ്ദേശിക്കുന്നത് നിൽക്കുകയല്ല. ടെൻഷൻ ഫ്രീ ആയിട്ട് വേണം കാർട്ടൂൺ വരയ്ക്കാൻ. ടെൻഷൻ ഫ്രീ ആയിട്ട് വരച്ചാലേ നമുക്ക് ഫ്രീ ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇത് ശരിയാവുമോ എന്നിങ്ങനെ ആശങ്കപ്പെട്ട് വരയ്ക്കുമ്പോൾ ഒന്നും ശരിയാകാതെ വരും. എന്നാൽ ഇത് വളരെ ഈസിയാണ് എനിക്ക് എന്നുള്ളൊരു ധാരണയെ വരച്ച് കഴിയുമ്പോൾ എല്ലാം നമുക്ക് ഈസിയായിട്ട് വരും. അങ്ങനെ തന്നെയാണ് ജീവിതത്തിലെ പല കാര്യങ്ങളും. നമ്മൾ വളരെ ലാഘവത്തോടു കൂടി ചില കാര്യങ്ങളെ കാണുന്നവർക്ക് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ കാര്യവും ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ച് കണ്ടാൽ നമുക്ക് പല കാര്യം ചെയ്യാൻ പറ്റാതെ വരും. വരയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. ഭയങ്കര റിലാക്സ് ചെയ്ത് വർക്ക് ചെയ്താലേ നന്നായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഇന്നത്തെ 3 ഫിഗറുകൾ വരച്ച് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. 3 ഫിഗറുകൾ എന്ന് പറഞ്ഞാൽ 3 കോമിക് ഹെഡുകൾ, 3 കോമിക് ഹെഡുകൾ വരച്ച് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യണം, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചാനൽ തുടർന്ന് കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഉടൻ അടുത്ത എപ്പിസോഡുമായി വരുന്നതാണ്. ഗുഡ് ബൈ.